ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. 2025 ഓഗസ്റ്റിൽ വിരമിച്ച വനിതാ താരം ഗൗഹർ സുൽത്താന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗൗഹർ സുൽത്താന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിക്കറ്റുമായാണ് ഗൗഹർ സുൽത്താന ബന്ധപ്പെട്ടിരിക്കുന്നത്. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി 87 മത്സരം കളിച്ച ഇടം കൈ സ്പിന്നറാണ് ഗൗഹർ സുൽത്താന. സർക്കാർ പണം ദുരുപയോഗം ചെയ്ത കേസിൽ 2025 ഓഗസ്റ്റിൽ അറസ്റ്റിലായ റെനിൽ വിക്രമസിംഗ ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റായിരുന്നു? റെനിൽ വിക്രമസിംഗ ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റായിരുന്നു. കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരള. കെയർ കേരള എന്ന് വെച്ചാൽ കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി നൽകുന്ന പരിചരണം എന്താക്കുക? കൂടുതൽ കാര്യക്ഷമമാക്കുക. അതിനു വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരള. ഇന്ത്യയിലെ അടുത്ത US സ്ഥാനപതിയായി നിയമിതനാകുന്നത് സെർജിയോ ഗോറാണ്. സെർജിയോ ഗോറിനെ ഇന്ത്യയുടെ അടുത്ത US സ്ഥാനപതിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക പുറത്തിറക്കിയത് ISRO ആണ്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമാണ്. അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക പുറത്തിറക്കുന്നത് ISRO ആണ്. 2025 ഓഗസ്റ്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാനം നിലവിൽ വന്നത്. ഏത് രാജ്യത്തെ വിദേശകാര്യമന്ത്രിയാണ് ഇഷാഖ് ദർ? ഇഷാഖ് ദർ ഏത് രാജ്യത്തെ വിദേശകാര്യമന്ത്രിയാണ്? പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയാണ് ഇഷാഖ് ദർ. 13 വർഷങ്ങൾക്ക് ശേഷം പാക് വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തി. ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. അനീഷ് ദയാൽ സിംഗ് ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ യൂണിറ്റ് ഡിസബിലിറ്റി UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ലയാണ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോടിൻ്റെ പ്രത്യേകത എന്താണ്? സംസ്ഥാനത്ത് സമ്പൂർണ്ണ യൂണിറ്റ് ഡിസബിലിറ്റി ID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യ ജില്ല. താങ്ക്